കഴിഞ്ഞ സെപ്റ്റംബർ ക്വാർട്ടറിൽ FIISന്റെ ഇൻഫോ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അവർ ഏകദേശം 1 ലക്ഷം കോടി രൂപയിലധികം ഏകദേശം 10 സ്റ്റോക്കുകളിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ 10 സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? അതിൽ നമ്മുടെ റഡാറിൽ വരുന്ന ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അത് നമ്മുടെ വാല്യൂ ബൈ സോണിലാണോ? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ FIIS ഇൻവെസ്റ്റ് ചെയ്ത 10 സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൾമോസ്റ്റ് 1 ലക്ഷം ക്രോർസിന് അധികമായിട്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ടാറ്റ സ്റ്റീലിലാണ്, ആൾമോസ്റ്റ് 24,898 ക്രോർസ്. അതുപോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സിൽ ആൾമോസ്റ്റ് 22,017 ക്രോർസ്. അതുപോലെ തന്നെ 15,680 ക്രോർസ് ആണ് ബജാജ് ഫിൻസർവിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 10,000 ക്രോസിന് അടുപ്പിച്ചിട്ടാണ് മാക്സ് ഹെൽത്ത് കെയർ ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൾമോസ്റ്റ് 9,000 ക്രോസിന് അടുപ്പിച്ച് ഭാരതി എയർടെല്ലിലും, അതുപോലെ തന്നെ ഏകദേശം 8,000 ക്രോസിന് അടുപ്പിച്ച് ICC ബാങ്ക് സൊമാറ്റോയിലും, അതുപോലെ തന്നെ 7,600 ക്രോസിന് അടുപ്പിച്ചിട്ട് ICC ബാങ്കിലും, ആൾമോസ്റ്റ് 5,000 ക്രോസിന് അടുപ്പിച്ച് HULലും, അതുപോലെ തന്നെ 4,000 ക്രോസ് ഗെയിലും, 3,255 ക്രോസ് നമ്മുടെ ITCയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാറ്റ സ്റ്റീൽ നോക്കാം. അതൊരു നമ്മുടെ ഒരു വാല്യൂ ബൈ സോണിലാണോ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 10-15% ഒരു സ്വിംഗ് ട്രേഡിലൂടെ നമുക്ക് കിട്ടുമോ നോക്കാം. ടാറ്റ സ്റ്റീലിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മികച്ച മണി ഫ്ലോ ഇൻഡെക്സും, അതുപോലെ തന്നെ ഓൺ ബാലൻസ് വോളിയം മികച്ചതാണ്. ഒരു അപ് ട്രെൻഡിലാണ് ഇപ്പോഴും. 30-ഡേ മൂവിങ് ആവറേജിന് മേളിലാണ്. അതുപോലെ തന്നെ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഒരു 100 അല്ലെങ്കിൽ ഒരു 95-96 റേഞ്ച് വന്നാൽ തീർച്ചയായിട്ടും മികച്ച ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് എസ്പെഷ്യലി ഫോർ ദി സ്വിംഗ് ട്രേഡേഴ്സ് ആണ്. ബട്ട് നമ്മുടെ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ നിൽക്കുന്ന 104.5 അല്ലെങ്കിൽ 105 റേഞ്ച് പോലും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് ഒരു 115 അല്ലെങ്കിൽ ഒരു 115 റേഞ്ചിലൊരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. സ്വിംഗ് ട്രേഡേഴ്സിനാണെങ്കിൽ അവിടെ ബുക്ക് ചെയ്യാം. ഷോർട്ട് ടേം ട്രേഡിംഗ് ആണ് നോക്കുന്നതെങ്കിൽ ഒരു 135-140 റേഞ്ചിൽ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾ അത് ഹോൾഡ് ചെയ്യേണ്ടി വന്നേക്കാം. ഈ ലോങ് ടേം ട്രേഡിംഗ് ആണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിൽക്കുന്ന 105 നിന്നും ഒരു 200 റേഞ്ചിൽ എത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള കമ്പനി തന്നെയാണ്. സോ ഇത് നോക്കുക. അപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സ് ആണെങ്കിൽ 100 അല്ലെങ്കിൽ 95 റേഞ്ചിൽ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഈവൻ നേരത്തെ പറഞ്ഞതുപോലെ 104 ആണെങ്കിലും മികച്ച ഒരു എൻട്രി തന്നെയായിരിക്കും. എസ്പെഷ്യലി ഫോർ ഷോർട്ട് ടേം ട്രേഡേഴ്സും അല്ലെങ്കിൽ ലോങ് ടേം ട്രേഡേഴ്സിനും ഈ ഒരു 105 അല്ലെങ്കിൽ 104 റേഞ്ചും അത്യാവശ്യം മികച്ച ഒരു എൻട്രി തന്നെയായിരിക്കും. ഒരു 150-160 റേഞ്ചിൽ റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ്. നമുക്കതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൺസോളിഡേറ്റഡ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ ചെറിയൊരു ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. ജൂൺ 2022 ക്വാർട്ടറിനെ അപേക്ഷിച്ചിട്ട് സെപ്റ്റംബർ 2022 ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. 63,698 നിന്നും 60 ആയിട്ട് ചെറിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതും മറ്റു ഫാക്ടേഴ്സുമാണ് ഇതിനൊരു. അതുപോലെ തന്നെ മാർജിനിൽ നല്ലൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണെങ്കിൽ 14,000 ആൾമോസ്റ്റ് 15,000 ക്രോസ് ചെയ്യുന്ന ആൾമോസ്റ്റ് 6,000 ക്രോസ് ആയിട്ട് ഈ ഒരു ക്വാർട്ടറിൽ ഡിപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിലും 11,746 നിന്ന് 2,503 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ചേഞ്ച് മാത്രമാണ്. അതുപോലെ തന്നെ മാർജിനിൽ നല്ലൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു 103 അല്ലെങ്കിൽ 104 ലെവലിൽ ഈ ഒരു സ്റ്റോക്കിനെ എങ്ങനെ കിടന്ന് കളിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്തൊരു ക്വാർട്ടറിൽ മികച്ച റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ബിക്കോസ് നമുക്കറിയാം ഗ്ലോബലി സ്റ്റീലിനുണ്ടാകുന്ന കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറി അടുത്ത ക്വാർട്ടറിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ക്വാർട്ടറുകളിൽ മികച്ച ഒരു റിസൾട്ട് കാഴ്ചവെക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രൈസ്, ഈ ഒരു 104 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 125 അല്ലെങ്കിൽ 150 ആകാൻ വലിയ സമയമൊന്നും വേണ്ടി വരത്തില്ല. ഷോർട്ട് ടേം ട്രേഡേഴ്സിനും ലോങ് ടേം ട്രേഡേഴ്സിനും അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡേഴ്സിനും ഒക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. മികച്ച വാല്യൂഷനിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇനിയും ഗ്ലോബലി സ്റ്റീൽ സെക്ടറിന് എന്തെങ്കിലും ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ചലഞ്ചസ് ഉണ്ടായാൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഒരു 85-86 റേഞ്ചിലോട്ട് പോയേക്കാം. അപ്പോൾ ഒരുപക്ഷെ സ്വിംഗ് ട്രേഡേഴ്സ് ആണെങ്കിൽ അവിടെ ഒരു 81 അല്ലെങ്കിൽ 82 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 150-140 വരെ റൈഡ് ചെയ്യാം. ഇനി ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ പക്ഷേ നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം ടാറ്റ എന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റിയും അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ എന്ന കമ്പനിയുടെ ബിസിനസ് മോഡലും അതുപോലെ തന്നെ റവന്യൂവിലുണ്ടാകുന്ന ഗ്രോത്ത് എല്ലാം നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. നമുക്കതിൻ്റെ ഒരു റവന്യൂ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാർട്ടർലി റവന്യൂ അനാലിസിസ് ആണ് കൊടുത്തിട്ടുള്ളത്. മാർച്ച് 2020 മുതൽ
ആൾമോസ്റ്റ് സെപ്റ്റംബർ 2022 വരെ അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗ്രോത്ത് തന്നെയാണ് റവന്യൂവിൽ സംഭവിക്കുന്നത്. നമുക്കടുത്ത് അതിൻ്റെ പ്രോഫിറ്റ് നോക്കാം, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ജൂൺ ക്വാർട്ടർ അപേക്ഷിച്ചിട്ട് സെപ്റ്റംബർ ചെറിയൊരു ഡിപ്പ് വന്നു. പക്ഷേ ഓവറാൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് കാഴ്ചവെക്കുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പെർസ്പെക്റ്റീവിലും. അപ്പോൾ മറ്റ് ഫാക്ടേഴ്സ് ഞാൻ നോക്കുന്നില്ല. തീർച്ചയായിട്ടും നല്ലൊരു വെബ്സൈറ്റാണ് ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ മണി കൺട്രോൾ, ഈവൻ മോജോ, എല്ലാ വെബ്സൈറ്റിലും ഇതിനെക്കുറിച്ചുള്ള ഡേറ്റ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ടാറ്റ സ്റ്റീൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ ഏകദേശം, അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാം, ഈ ടാറ്റ സ്റ്റീൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഏകദേശം 100 രൂപയ്ക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളവിടെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അത് ഏകദേശം 113 വരെ പോയി. ആൾമോസ്റ്റ് 10%-ലധികം റിട്ടേൺ നമുക്കവിടെ സ്വിംഗ് ട്രേഡിങ്ങിൽ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു 100 അല്ലെങ്കിൽ 102 ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു ചാൻസ് കൂടെയാണ്. അപ്പോൾ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ @സ്റ്റോക്ക് ഫ്രണ്ട് അല്ലെങ്കിൽ trade4living എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും. തീർച്ചയായിട്ടും ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്വിംഗ് കോൾസും ഷോർട്ട് ടേം കോൾസും ഒക്കെ ഞങ്ങളവിടെ ഷെയർ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ FIIS കൈവച്ച അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. തീർച്ചയായിട്ടും ഈ ഭാരത് ഇലക്ട്രോണിക്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ 103, 104 റേഞ്ചിൽ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സിൽ ഏകദേശം 22,000 crores ആണ് FIIS ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും FIIS ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ എടുക്കുന്ന ആൾക്കാരല്ല. തീർച്ചയായിട്ടും അവർ അത്യാവശ്യം മികച്ച ഒരു റിട്ടേൺ കിട്ടിയതിന് ശേഷം മാത്രമേ അതിൽ നിന്നും ക്യാഷ് പിൻവലിക്കാറുള്ളൂ. അപ്പോൾ 22,000 ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ടെക്നിക്കൽസ് നോക്കാം. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ടെക്നിക്കൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു ഒരു പാരലൽ ചാനൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ആൾമോസ്റ്റ് 106 റേഞ്ചിലാണ്. തീർച്ചയായിട്ടും അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. ഒരുപക്ഷെ ഷോർട്ട് ലോങ് ടേം ട്രേഡേഴ്സ് ആണെങ്കിൽ, ഈവൻ സ്വിങ്ങിനാണെങ്കിൽ പോലും നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഒരു 105 ലെവലിൽ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അത്യാവശ്യം മികച്ച ഓൺ ബാലൻസ് വോളിയും മികച്ച മണി ഫ്ലോ ഇൻഡെക്സും അതുപോലെ തന്നെ മൂവിങ് ആവറേജ് 30ക്ക് മേളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ സ്റ്റോക്ക് ബുള്ളിഷ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം ഒരു റിട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു 105 അല്ലെങ്കിൽ 104 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി തന്നെയായിരിക്കും. ഏകദേശം 20 അനലിസ്റ്റ് ഇത് ഒരു സ്ട്രോങ് ബൈ ആണ് പറഞ്ഞിട്ടുള്ളത്. ബൈ പറഞ്ഞിട്ടുള്ളത് 2 അനലിസ്റ്റാണ്. എനിവേ അത്യാവശ്യം അതിൻ്റെ റവന്യൂവിലെല്ലാം തന്നെ ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ്. ടോട്ടൽ റവന്യൂവിലും മികച്ച ഒരു അപ്സൈഡ് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രോത്ത് റവന്യൂവിൽ വന്നിട്ടുണ്ട്. ജൂൺ ക്വാർട്ടറിലെ 2022 ജൂണിൽ 3,222 ആയിരുന്നു, 222 crores ആയിരുന്നു. ഇപ്പോൾ അത് 4,000 crores മേളിലായിട്ടുണ്ട് റവന്യൂ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 522 നിന്ന് ആൾമോസ്റ്റ് 868 ആയിട്ടുണ്ട്. മറ്റ് പല ഫാക്ടേഴ്സ് ഞാൻ എല്ലാത്തിലും പോകുന്നില്ല. അത്യാവശ്യം മികച്ച ഫാക്ടേഴ്സ് തന്നെയാണ് ഭാരത് ഇലക്ട്രോണിക്സിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മാർച്ച് 2020 മുതൽ സെപ്റ്റംബർ 2022 വരെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഗ്രോത്താണ് കമ്പനി കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും വരുന്ന ആളുകളിലും മികച്ച വളർച്ച കാഴ്ചവെക്കാൻ സാധ്യതയുള്ള കമ്പനി തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ FIISും അതിൽ കൈവച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു 103 അല്ലെങ്കിൽ 105 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടു ലോങ് ടേമിന് മികച്ച ഒരു എൻട്രി തന്നെയായിരിക്കും. ഈവൻ സ്വിങ്ങിനും കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്ക് തന്നെയാണ്. മികച്ച അപ് ട്രെൻഡ് നിൽക്കുന്ന സ്റ്റോക്കാണ്. ഏകദേശം ഒരുപക്ഷെ ഒരു 150, 160 ലെവലിൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മൊമെൻറ്റം, അതായത് പ്രോഫിറ്റിലും അതുപോലെ തന്നെ റവന്യൂവിലും EPSലും ഒക്കെയുള്ള ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഒരു 150, 160 ലെവൽ വരെ പോയേക്കാം. അപ്പോൾ ഞാൻ ഈ കമ്പനികളുടെ ഒന്നും ഒരു സ്റ്റോപ്പ് ലോസ് പറയുന്നില്ല. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ചിലർ 1:1 ആയിരിക്കാം, ചിലർ 1:2 ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർ 1:3 ആയിരിക്കാം. എനിവേ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇത് സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അനാലിസിസ്, ഈ ഒരു അനാലിസിസ് മാത്രം ഉപയോഗിക്കാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുകയോ നിങ്ങൾ സ്വയം റിസർച്ച് ചെയ്യുക. അപ്പോൾ ഇതൊരു ടിപ്പ് റെക്കമെൻഡേഷനായിട്ട് ഒരിക്കലും എടുക്കരുത്. FIIS ഏകദേശം 15,680 crores ആണ് നമ്മുടെ ബജാജ് ഫിൻസർവിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ബജാജ് ഫിൻസർവ് എങ്ങനെയാണെന്ന്. അത്യാവശ്യം 30-day മൂവിങ് ആവറേജിന് മേളിൽ നിൽക്കുന്നത് ഏകദേശം 1,600 അല്ലെങ്കിൽ 1,625 അത്യാവശ്യം മികച്ച റേഞ്ചാണ്. വീക്ക്ലി സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്.
നമുക്ക് ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 1630 അല്ലെങ്കിൽ 1600 നല്ലൊരു സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഒരു 1620 ഒക്കെ വന്നാൽ അത്യാവശ്യം മികച്ച ഒരു എൻട്രി തന്നെയായിരിക്കും. ഒരു 1800 അല്ലെങ്കിൽ 1900 വരെയൊക്കെ പോയേക്കാം. ഒരുപക്ഷെ 1800 ചെറിയൊരു സ്വിങ് എടുത്ത് മാറാം. അതിനുശേഷം ഒരു റീട്രേസ്മെൻറ്റ് വരുമ്പോൾ വീണ്ടും നമുക്ക് എൻട്രി എടുക്കാൻ സാധിച്ചേക്കാവുന്ന ഒരു പിക്ക് തന്നെയായിരിക്കും. നമുക്കതിൻ്റെ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സിലോട്ട് നോക്കാം. ജൂൺ 2022 അപേക്ഷിച്ചിട്ട് സെപ്റ്റംബർ 2022 റവന്യൂവിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 15,888 ക്രോസിൽ നിന്നും 20,803 ക്രോസായിട്ട് കൂടിയിട്ടുണ്ട് റവന്യൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 6,315 നിന്നും ആൾമോസ്റ്റ് 7,387 ക്രോസിലോട്ട് കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എല്ലാ ഫാക്ടേഴ്സും കവർ ചെയ്യുന്നില്ല. അത്യാവശ്യം മികച്ച സ്റ്റോക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 1600 അല്ലെങ്കിൽ 1630 ലെവലിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 to 15% നമുക്ക് കൊയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി തന്നേക്കാം. തീർച്ചയായിട്ടും ഒരു നേരത്തെ പറഞ്ഞതുപോലെ 1,600 അല്ലെങ്കിൽ 1,610 ആ ലെവലിൽ നിന്നും ഒരു 1,800 അല്ലെങ്കിൽ 1,850 ലെവൽ വരെ പോയേക്കാൻ സാധ്യതയുള്ള കമ്പനി തന്നെയാണ്. അത്യാവശ്യം മികച്ച റിസൾട്ടുമാണ്. നമുക്കൊരു പുൾ ബാക്ക് കിട്ടുന്നുണ്ട്. ഇനി മാർക്കറ്റ് കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഇവിടെ കൊടുക്കുന്ന കോളുകൾ പെർഫോം ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ കോൾസ് എല്ലാം തന്നെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇതൊരു ടിപ്പോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്ന മെമ്പേഴ്സിന് അത്യാവശ്യം ടെക്നിക്കൽസും ഫണ്ടമെൻറ്റ്സും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെയോ സെറോധയുടെയോ ഏഞ്ചലിൻ്റെയോ അക്കൗണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.